വിശ്രമത്തിന് ശേഷം അല്ലെങ്കിൽ 2-3 ആഴ്ചത്തെ ചില സാങ്കേതിക പ്രശ്നത്തിന് ശേഷം നമ്മൾ വീണ്ടും തുടരുകയാണ്. അതിൽ നമ്മുടെ മലയാളം വെബിനാർ മാത്രമാണ് 2 ആഴ്ച ഒരു ബ്രേക്ക് ഉണ്ടായത്. പക്ഷെ നമ്മളുടെ GSKയുടെ ഗ്ലോബൽ GSKയുടെ പെയ്ഡ് ക്ലാസ്സുകളെല്ലാം ഈ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ബുധനാഴ്ചകളിലെ ഹോമിയോപ്പതി മാസ്റ്ററി ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ഉണ്ടാകുന്ന ഇന്റർനാഷണൽ ക്ലാസ്സുകളും നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പതിവ് പോലെ തന്നെ നടന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്കുണ്ടായ ചില ടെക്നിക്കൽ വിഷയവും പിന്നെ ചില അസൗകര്യങ്ങൾ മൂലം ഫാക്കൽറ്റീസിനൊക്കെ ഉണ്ടായ ഹോസ്റ്റിനൊക്കെ ഉണ്ടായ ചില അസൗകര്യങ്ങൾ മൂലമാണ് നമുക്ക് കുറച്ച് ദിവസം നമുക്ക് മുടങ്ങിയത്. എന്നാലും നമുക്ക് ഇനി മുന്നോട്ട് പോകാം. ഇപ്പൊ നമ്മൾ ശരിക്കും പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ എന്തിനാണ് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അല്ലെ മറ്റുള്ള ആൾക്കാർ എന്തിന് GSK പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ചില ഭാഗത്തു നിന്നും ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ചിലരെങ്കിലും ലെഫ്റ്റ് ആയി പോകുന്നുമുണ്ട്. അതൊന്നും സാരമാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്ന നിലയിൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സിലോ അല്ലെ മറ്റുള്ള ആൾക്കാരോ നമ്മളിത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ലോകം, സമൂഹം തീർച്ചയായിട്ടും ഇതിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ലോകം ഈ ഒരു അറിവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അറിവ് നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക എന്നത് ഒട്ടും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മളെല്ലാം പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ ഡോക്ടർ വർഗീസ് ഇപ്പോൾ നമുക്ക് ഓരോ സിസ്റ്റം ബൈ സിസ്റ്റമായിട്ടും ഓരോ അവയവങ്ങളെ പറ്റിയും അതിൻ്റെ കോൺഫ്ലിക്റ്റുകളെ പറ്റിയും അതിൻ്റെ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാമിനെ പറ്റിയും ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ഹോമിയോപ്പതിക് ആസ്പെക്റ്റും ഓരോ കേസുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓരോ തവണയും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 5 ബയോളജിക്കൽ ലോസും അതിൽ കൂടി ഒന്ന് കടന്നു പോകുന്നത് നമ്മൾ മറന്നു പോകാതിരിക്കുന്നതിനും ഒരു റിക്കളക്ഷന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് GSKയിലെ 5 ജൈവിക നിയമങ്ങൾ അല്ലെങ്കിൽ 5 ബയോളജിക്കൽ ലോസ്, ബയോളജിക്കൽ ലോ ഓഫ് നേച്ചർ നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മുടെ നിയമങ്ങൾ അതിലെ ഏറ്റവും ആദ്യത്താണ് ദ കോൺഫ്ലിക്റ്റ്, സംഘർഷം, ജീവിത സംഘർഷങ്ങൾ. എല്ലാ തരത്തിൽപ്പെട്ടുള്ള രോഗങ്ങളും അല്ലെങ്കിൽ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാമും തുടങ്ങുന്നത് അപ്രതീക്ഷിതമായി ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ തുടർന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഒറ്റപ്പെട്ട സഡനായിട്ട് നമ്മൾ മുന്നറിയിപ്പില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പ്രതിയാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ആ ഷോക്ക് ബാധിക്കുന്നത് നമ്മുടെ സൈറ്റ് എന്ന് പറയുന്ന ഭാഗത്തിന്, വൈറ്റൽ ഫോഴ്സ് എന്ന് വേണേൽ നമുക്ക് ഹോമിയോപ്പതിക്കാർക്ക് വിളിക്കാം. സൈറ്റ്, ബ്രെയിൻ, ഓർഗൻ, ഈ 3 അവയവത്തിലും ഒരുപോലെയാണ്. സിങ്ക്രോണസിറ്റി ഓഫ് 3 ഓർഗൻസ്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അവയവത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സൈക്കിൾ ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതല്ലെങ്കിൽ സൈക്കിൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവയവത്തിൽ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ എപ്പോഴും മറക്കരുതാത്ത ഒരു കാര്യമാണ്. കാരണം സൈറ്റ്, ബ്രെയിൻ, ഓർഗൻ അല്ലെങ്കിൽ അവയവങ്ങൾ, ഈ 3 ഒരുമിച്ചാണ് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രശ്നം നമ്മൾ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ സംഘർഷത്തിന്റെ തുടക്കമാണ്. അതിന്റെ എത്രമാത്രം തീവ്രമായിട്ടാണ് അത് ഉണ്ടായിട്ടിരിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ച് കൺഫ്ലിക്റ്റ് മാസ്, കൺഫ്ലിക്റ്റ് കണ്ടന്റ്, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തേത് ദ 2 ഫേസ് ഓഫ് ഡിസീസ്, 2 ഘട്ടം, രോഗത്തിന്റെ 2 ഘട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ നിയമം. ഏതൊരു രോഗത്തിനും ഒരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസും ഒരു ഹീലിംഗ് ഫേസും ഉണ്ട്. ഇതിനിടയിൽ ഒരു എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് പറഞ്ഞാൽ ഒരു
കൂടി നിൽക്കുന്ന ഒരു രോഗാവസ്ഥ, കൂടി നിൽക്കുന്ന ഒരവസ്ഥ. അതിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നതാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതാണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. പലപ്പോഴും കുറച്ച് സമയത്തേനോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേനോ മാത്രം ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ശരീരത്തിന്. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിനെ കോൾഡ് ഫേസ് എന്നും വിളിക്കാറുണ്ട്. തണുത്ത ഫേസ്, കൈകാലുകളൊക്കെ തണുത്തിരിക്കുന്നു, ഉറങ്ങാൻ പറ്റാതിരിക്കുക, വിശപ്പില്ലാതിരിക്കുക, ക്ഷീണമുണ്ടാകുക, ഉറക്കമുണ്ടാകാതിരിക്കുക, ഉറക്കമുണ്ടായാൽ തന്നെ ഉറക്കം ലേറ്റ് നൈറ്റിൽ എണീക്കുക, 3 മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക, എപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക വ്യക്തി അല്ലെങ്കിൽ ജീവജാലം കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ്. ഈ ആക്റ്റീവ് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഹീലിംഗ് ഫേസും കൂടിയുണ്ട്. ആ ഹീലിംഗ് ഫേസ് എന്ന് പറയുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. പരിഹാരം കണ്ടെത്തി കഴിയുമ്പോൾ ഹീലിംഗ് ഫേസിലേക്ക്, സെക്കൻഡ് ഫേസ് ആയ ഹീലിംഗ് ഫേസിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. ഈ ഹീലിംഗ് ഫേസ് എന്ന് പറയുന്നതാണ് നമ്മൾക്ക് രോഗം എന്ന് പറയുന്നത്. വേദനകൾ, പനി, ചൊറിച്ചിലുകൾ, സ്കിൻ ഡിസീസ് ആണെങ്കിൽ ചൊറിച്ചിൽ, അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടാകുന്ന. അപ്പം ഒരു എൻഡോഡെർമൽ ടിഷ്യൂസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആണെങ്കിൽ ഒരു മുഴയുണ്ടാകുന്നത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ്. പക്ഷേ എൻഡോഡെർമൽ ടിഷ്യൂസിന്റെ ഹീലിംഗ് ഫേസിൽ മുഴകൾ അൾസറേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ടാകുക, ഇതെല്ലാം കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ സംഭവിക്കുന്നു. അപ്പോൾ ഈ 2 നിയമങ്ങൾ, അതായത് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് 2 ഫേസസ്, 2 ഘട്ടങ്ങൾ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് 3ാമത്തെ നിയമമായിട്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജെം ലെയർ. ശരീരത്തിന് 3 ജെം ലെയറുകളുണ്ട്. ഒന്ന് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. മീസോഡേം എന്ന് പറയുന്നത് 2ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ, ന്യൂ മീസോഡേം ആൻഡ് ഓൾഡ് മീസോഡേം. ഈ ഓരോ കോൺഫ്ലിക്റ്റിലും എൻഡോഡെർമൽ ടിഷ്യൂസിലും എക്ടോഡെർമൽ ടിഷ്യൂസിലും കൃത്യമായ പാറ്റേണിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ എൻഡോഡെർമൽ ടിഷ്യൂസിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ പ്രോലിഫറേഷൻ ഉണ്ടാകുന്നു, അഥവാ മുഴകൾ ഉണ്ടാകുന്നു. ഹീലിംഗ് ഫേസിൽ എൻഡോഡെർമിൽ അൾസറേഷൻ ഉണ്ടാകുന്നു, മുഴകൾ അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു, ട്യൂമർ ഇല്ലാതാകുന്നു. എക്ടോഡേമിലാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അൾസറേഷൻ ആണ് നമ്മുടെ സ്കിൻ, അതല്ലെങ്കിൽ മൗത്ത്, മക്കൽ മ്യൂക്കോസ, നേസൽ മ്യൂക്കോസ, റെക്ടൽ മ്യൂക്കോസ, ഇൻവജനേറ്റ് ചെയ്ത എല്ലാ ഓപ്പണിങ്ങിൽ കൂടി ശരീരത്തിനുള്ളിലേക്ക് ഇൻവജനേറ്റ് ചെയ്ത എല്ലാ ഭാഗത്തും എക്ടോഡേമാണ്. അവിടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ഓർ അൾസറേഷൻ ആണുള്ളത്. അതും പെട്ടെന്നാണ് ഉണ്ടാവുക. ആ കോൺഫ്ലിക്റ്റിനോടനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ സെല്ലുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. അത് റീപ്ലേസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഫേസ് അഥവാ ഹീലിംഗ് ഫേസ്. അതുപോലെ മീസോഡേമിലാണെങ്കിൽ സെറിബെല്ലം കൺട്രോൾഡ് ഉണ്ട്, സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻസ്. അവിടെയും സെറിബെല്ലത്തിലും എൻഡോഡേമിലെ പോലെ തന്നെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ അഡീഷൻ ഉണ്ടാകുന്നു, എന്നാൽ മുഴയുണ്ടാകുന്നു. ഹീലിംഗ് ഫേസിൽ സെൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാണ് നമ്മൾ ഈ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജെം ലെയേഴ്സ്. അപ്പോൾ ഓരോ ജെം ലെയറിലും എന്താണ്, അപ്പം നമ്മളൊരു ഒരു രോഗത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ സെല്ലുലാർ പതോളജി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അടുത്തതാണ് ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സ്, അതായത് ശരീരത്തിലെ മൈക്രോബ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണെന്നാണ് GSKയുടെ അറിവ്. ജർമാനിക് ഹീലിംഗ് നോളജിൽ മൈക്രോബ്സ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതിനെല്ലാം കൃത്യമായ ഫങ്ഷൻസുകളുണ്ട്. എൻഡോഡെർമൽ ടിഷ്യൂസിൽ ഫംഗസ് ആണ് ഉണ്ടാവുക. ഫംഗസ് എവിടെയെല്ലാം എൻഡോഡെർമൽ ടിഷ്യൂസ് ഉണ്ടോ അതിനെ എല്ലാം നശിപ്പിക്കുന്നത് ഫംഗസ് ആണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടു കാണും. ഈ മരം ഉണങ്ങിക്കിടക്കുമ്പോൾ, ഏതെങ്കിലും വെട്ടിയിട്ട മരം ഉണങ്ങിക്കിടക്കുവാണെങ്കിൽ അതിൻ്റെ തൊലിപ്പുറത്തെ തൊലികളെല്ലാം എക്ടോഡേമാണ്. അത്
പൊളിഞ്ഞു പോയി കഴിഞ്ഞ ശേഷം അതിന്റെ കാതൽ എന്ന് പറയുന്ന ഭാഗം, അവിടെ എപ്പോഴും കൂണുകൾ വളരും. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കൂണുകൾ വളരുക എന്ന് പറയുന്നത്, ആ കൂണ് എന്ന് പറയുന്ന ഫംഗസ് ആണ്. ആ കൂൺ മാത്രമാണ് എൻഡോഡെർമൽ ടിഷ്യൂസിനെ നശിപ്പിക്കുന്നത്. മനുഷ്യരിൽ സംബന്ധിച്ചിടത്തോളം അലിമെന്ററി കനാൽ, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ലങ് ആൽവിയോളെ, അതുപോലെ കിഡ്നിയിൽ കളക്ടിങ് ട്യൂബ്യൂൾസ്, ഇതെല്ലാം എൻഡോഡെർമൽ ടിഷ്യൂസ് ആണ്. എൻഡോഡെർമൽ ടിഷ്യൂസിലെല്ലാം മൈക്രോസിന്റെ പ്രസൻസ് ഉണ്ടാകും. അതാണ് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പൊ ഫംഗസ് എന്ന് പറയുന്നത് ശരിക്കും ശരീരത്തിൽ ബ്രെയിൻ സ്റ്റെമും സെറിബെല്ലവും നിയന്ത്രിക്കുന്നതാണ് ശരീരത്തിലെ ഫംഗസുകൾ. അതുപോലെ ബാക്ടീരിയ കൂടുതലായിട്ട് കാണുക മീസോഡെർമൽ ടിഷ്യൂസിലാണ്. അതുകൊണ്ടാണ് സ്റ്റെഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, ഇതെല്ലാം കൂടുതൽ മീസോഡെർമൽ ഒറിജിൻ ടിഷ്യൂസിലാണ് കൂടുതൽ ബാക്ടീരിയാസിന്റെ പ്രവർത്തനമുള്ളത്. അത് ഓരോ പ്രദേശത്തിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളുണ്ട്. അത് നമുക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ എക്ടോഡേമിൽ വൈറസ് ആണ് മോസ്റ്റ് പ്രോബബിളി ഏറ്റവും കൂടുതലായിട്ട് വരുന്ന. സ്കിൻ ഡിസീസ് വരുമ്പോൾ വൈറൽ കംപ്ലൈന്റുകൾ വരുന്നു. അങ്ങനെ 4 നിയമങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. 5ാമത്തെ നിയമം ദ ക്വിൻറ്റിസെൻസ്, അഥവാ ഏറ്റവും പരമപ്രധാനമായ കാര്യം, ഈ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ശരീരത്തിന്, അതല്ലെങ്കിൽ ജീവജാലത്തിന് സുഖകരമായിട്ടിരിക്കാൻ. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ കോൺഫ്ലിക്റ്റിൽ നിന്നും രക്ഷപ്പെട്ട്, അതല്ലെങ്കിൽ ഇതോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരീരത്തിന്റെ ഒരു പ്രത്യേക നടപടിക്രമമാണ് നമ്മൾ ഇതിനെ എല്ലാം കൂടെ കൂടിച്ചാൽ അതാണ് ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കോൺസ്റ്റലേഷൻസ് എന്ന അവസ്ഥയെ പറ്റിയും ഡോക്ടർ ഹാമർ, കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ കോൺഫ്ലിക്റ്റ് എവിടെയാണോ ബാധിച്ചിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിൽ, തലയിലാണെങ്കിൽ ബ്രെയിനിൽ ഒരു ടാർഗറ്റ് കോൺഫിഗറേഷൻസ് എന്ന ഒരു കാര്യം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ്, ബ്രെയിനിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് മാസ്. അപ്പോൾ അത് ഒരേ സമയം ബ്രെയിനിന്റെ 2 വശത്തും ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥലത്തിലുണ്ടാകുമ്പോൾ അതിനെ കോൺസ്റ്റലേഷൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ഹാമറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഡോക്ടർ ഹാമർ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ഓഫ് അവർ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ്. അതായത് എല്ലാ ജീവിത സംഘർഷങ്ങളുടെ ആകത്തുകയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്നത്. അവന്റെ വ്യക്തിത്വം, അല്ലെ ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് രൂപപ്പെട്ടു വരുന്നത് അയാളുടെ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റിന്റെ ഒരു തുകയാണ്. അപ്പോൾ നമ്മളിത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ പറയുന്ന, കഴിഞ്ഞ ദിവസത്തെ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സിൽ ഡോക്ടർ വർഗീസ് വളരെ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോമിയോപ്പതിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഡീവിയേഷൻ ഓഫ് ദി വൈറ്റൽ ഫോഴ്സ്, അഫോറിസം 16, അഫോറിസം 17 പ്രകാരം ഡീവിയേഷൻ ഓഫ് ദി വൈറ്റൽ ഫോഴ്സ്, ആ ഡീവിയേഷൻ ഓഫ് ദി വൈറ്റൽ ഫോഴ്സ് ആണ് നമ്മൾ പറയുന്ന കോൺഫ്ലിക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിന്റെ ഒരു ബയോളജി. ആ ബയോളജിയാണ് നമുക്ക് GSK അറിവിൽ കൂടി നമുക്ക് കിട്ടുന്നത്. എന്താണ് നമ്മൾ രോഗം എന്ന് പറയുന്നത്, ആ രോഗം അല്ലെങ്കിൽ ഡീവിയേഷൻ, ആ ഡീവിയേഷൻ എന്ത് കൃത്യമായ ഡീവിയേഷൻ, ഏത് തരത്തിലുള്ള ഈ ഡീവിയേഷൻ സൈക്കിക് ലെവലിൽ ഉണ്ടാകുന്നു എന്നുള്ള കൃത്യമായ അറിവ് GSK അറിവിലാണ്. അപ്പൊ നമുക്ക് ഹോമിയോപ്പതിയിൽ ഒരു മിസ്സിംഗ് ലിങ്ക് ആണ് GSK അറിവിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ദ ബയോളജി ഓഫ് ഡിസീസ്. അപ്പൊ രോഗങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ എന്തിനാണ് രോഗമുണ്ടായത്, പനിച്ചത് എന്തിനാണ്, അതല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പെയിൻ ഉണ്ടായത് എന്താണ്, ആ ബയോളജി ഓഫ് ഡിസീസ്, രോഗങ്ങളുടെ ബയോളജി, അതും ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്നത് GSK, ജർമാനിക് ഹീലിംഗ് നോളജ് എന്ന നമ്മുടെ ഈ സൗഖ്യ അറിവിലാണ്. അപ്പോൾ ഈ അറിവുകൾ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തെ പറ്റി കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സിനെ പറ്റി 1-2 വാക്ക് ഞാൻ പറയാം. ഈ നമ്മുടെ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഭയം, അല്ലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി പ്രശ്നങ്ങൾ, അതിൻ്റെ എല്ലാം കാരണങ്ങൾ പലപ്പോഴും ഈ കോൺസ്റ്റലേഷൻസ് എന്നൊരവസ്ഥയാണ്. അപ്പൊ അത് ജന്മനാ തന്നെ ചിലപ്പോൾ അമ്മയിൽ നിന്നും ഒരു
ചില ഭയങ്ങളോടും ചില പ്രശ്നങ്ങളോടും കുട്ടികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത സാഹചര്യങ്ങളിൽ നിശ്ചിത കുഴപ്പമുണ്ടാകുമ്പോൾ നിശ്ചിത പ്രശ്നങ്ങളിൽ അവർ വീണ്ടും അടുത്ത ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നു. അതിൽ പലപ്പോഴും അമ്മയുടെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒരു എന്താ പറയുക, ചിലപ്പോൾ ചില ടീച്ചർമാരെ കുട്ടികൾക്ക് പേടിയായിരിക്കാം. അപ്പോൾ പലപ്പോഴും ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് കുട്ടികൾക്ക്. എന്ന് വെച്ചാൽ ഏത് നിമിഷങ്ങളും ഉപദ്രവിക്കുമോ ഇല്ലയോ എന്നുള്ള പേടിയിൽ ജീവിക്കുന്ന കുട്ടികൾ, ഭയത്തോടു കൂടി ജീവിക്കുന്ന കുട്ടികൾ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി വീട്ടിൽ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺഫ്ലിക്റ്റിനോടൊപ്പം സംഘർഷങ്ങളോടൊപ്പം സ്കൂളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം ഫലമായിക്കൊണ്ട് പലപ്പോഴും പല കുട്ടികൾക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ചില പെരുമാറ്റ വൈകല്യങ്ങൾ, ഈ പെരുമാറ്റ വൈകല്യങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് ഈ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റുകളാണ്. അത് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഒരു ടീച്ചറിനെ കഴിഞ്ഞു അല്ലെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ കുട്ടികളെ എല്ലാം നമുക്ക് ഭാവിയിൽ വളരെ സീരിയസ് ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് അവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പം 10, 30, 10, 40 വയസ്സുള്ള വ്യക്തികൾ ഭയങ്കരമായ രോഗങ്ങളായിട്ട് പെരുമാറ്റ വൈകല്യങ്ങളോടുകൂടി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത് നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ ഓരോ സംഘർഷങ്ങളും ഓരോ കോൺഫ്ലിക്റ്റുകളും അതിന്റെ പുറമെ അടുത്ത കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഒപ്പം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ എപ്പോഴും ഒരു മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് പോകാതെ നമുക്ക് അവരെ തടഞ്ഞു നിർത്താൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു വലിയ മെഡിസിനും നൽകാതെ അതല്ലെങ്കിൽ കൂടുതൽ കൗൺസിലിങ്ങോ ഒന്നും നൽകാതെ തന്നെ ഒരു GSK അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇതാണ് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്ന പ്രോബ്ലം. അത് ആ കുട്ടിയോടും, കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ LKG ഒക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഈ കുട്ടികളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയും അമ്മയും കൂടി ഒരു പൊതു യൂണിറ്റാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകളെയും റിസൊല്യൂഷനിൽ കൂടി നമുക്ക് കൊണ്ടുപോകാൻ അമ്മയിൽ വഴിയായിട്ട് സാധിക്കും. ഒരു നിശ്ചിത കാലയളവ് വരെയും അമ്മയ്ക്കും കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണല്ലോ. അപ്പൊ പലപ്പോഴും എല്ലാവരും തന്നെ പലരും ക്ലാസ്സുകളിൽ ചോദിക്കാറുണ്ട്, അമ്മയിൽ നിന്നും പ്രസവത്തിനോടുകൂടി അതല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജന്മന ഉണ്ടായ കോൺഫ്ലിക്റ്റുകൾ കുട്ടിക്ക് GSK നോളജ് ഇല്ലാതെ എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം പല വ്യക്തികളും പല ക്ലാസ്സുകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മ വഴിയായി തീർച്ചയായിട്ടും ഈ കുട്ടിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അങ്ങനെ ഒരു ഉദാഹരണം ഒരു കേസ് ഞാനിപ്പോ പറയാം. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടി, അത് ഏകദേശം ഒരു 3 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നതാണ്. 11 വയസ്സ്. അപ്പൊ കുറച്ച് ദൂരെ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പൊ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഓൾറെഡി അതിനെ ഓട്ടിസ്റ്റിക് കുട്ടിയായിട്ട് തന്നെയാണ് മുന്തിരി കുത്തിയിരിക്കുന്നത്. ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. അപ്പൊ പഠിത്തമില്ല, ഒട്ടും പഠിക്കുകയല്ല, ക്ലാസ്സിൽ ഒട്ടും പോകുന്നുണ്ടെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോകും. പക്ഷെ ഇവനെ എല്ലാവരും മണ്ടൻ എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ ഇവൻ്റെതായ ഒത്തിരി ക്വാളിറ്റികളും ഉണ്ട്. അപ്പൊ ഇവന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 11 വയസ്സായി 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയും വളരെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ളവരാണ്. മൂത്ത കുട്ടിയും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഈ ഒരു കുട്ടി മാത്രമാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത്. അപ്പം ഇവർ വന്ന പ്രസന്റിങ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് വയറുവേദനയും, വയറങ്ങ് ഗ്യാസ് കെട്ടി വീർത്ത് വെക്കും, ഭയങ്കര വയറുവേദന, അത് പരീക്ഷയ്ക്ക് തൊട്ടും. അപ്പൊ വീട്ടിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ചോദ്യോത്തരം, ഒരു കേട്ടെഴുത്ത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നമ്മൾ പണ്ട് പറയുന്ന കേട്ടെഴുത്ത് അല്ലെങ്കിൽ ചെറിയൊരു ക്ലാസ് ടെസ്റ്റ് നടത്തിയാൽ പോലും അന്നത്തെ ദിവസം വയറുവേദനയാണ്. വയറങ്ങ് വീർത്തു വരും എന്ന് പറഞ്ഞാൽ വയറങ്ങ് വലിയ ഫുട്ബോൾ പോലെ പൊങ്ങി വരുന്നു. ഉടനെ തന്നെ ഇവർക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിനെ ഇവർക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. പല ഹോസ്പിറ്റലുകളിലും പോയി അവർ അൾട്രാസൗണ്ട് ചെയ്തു, CT സ്കാൻ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന്. ഇതൊക്കെ ശരിക്കും ഈ അൾട്രാസൗണ്ടും CT സ്കാനും ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യം. എന്താണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പം
ഈ കുട്ടിയുടെ ശരിക്കും ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അമ്മയുടെ പ്രോബ്ലം തന്നെയായിരുന്നു. ഈ കുട്ടി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഈ അമ്മ വളരെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു രോഗം പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും കിട്ടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വീട്ടിലുണ്ടാവുകയും പഠിക്കേണ്ട കാര്യമില്ല, എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത്, ഞാൻ ഇത്രമാത്രം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയെല്ലാം ഉണ്ടായി വന്നിട്ട് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും ഉണ്ടായിട്ടും എനിക്ക് ഇതിൻ്റെ ഒന്നും നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്താഗതിയാണ് അമ്മയ്ക്കുണ്ടായത്. അത് ഈ കുട്ടി വയറ്റിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ചിന്തയോടുകൂടി വരികയും ആ ചിന്തയിൽ ഈ കുട്ടി ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഞാൻ ഇവരോട് ഇത് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു ധാരണ ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നെ ആയിരിക്കാൻ കാരണം. പക്ഷെ ഈ കുട്ടി കാണിക്കുന്ന ഓരോ നേച്ചറുകളും അമ്മ കാണിച്ചതായിരുന്നു. അപ്പോൾ ആ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി, അതിനോടൊപ്പം ഹോമിയോപ്പതി മനസ്സിലാക്കി. എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ പിരിപിരിപിരാ നടക്കുകയാണ്, ഹൈപ്പർ ആക്റ്റീവാണ്. ഒരു നിമിഷം പോലും നമ്മുടെ അടുത്തിരിക്കുകയല്ല, അടുത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേരി എല്ലാം ഓടിപ്പോകുന്നു, ജനലുകളെ വാതിലെ പിടിച്ച് ഓടിക്കുന്നു, മേശപ്പുറത്തേക്കുള്ള സാധനങ്ങൾ തട്ടിമറിച്ചിടുന്നു. നമുക്കൊരു ശകലം പോലും ആ കുട്ടിയെ ടോളറേറ്റ് ചെയ്യാനോ നമുക്ക് കുറച്ച് കൂടുതൽ സമയം അവനെ കൂടുതലൊന്ന് എന്റർടൈൻ ചെയ്യാനോ പറ്റാത്ത ഒരവസ്ഥ. അപ്പം ഇങ്ങനത്തെ അതിനോടൊപ്പം കുറച്ച് 1-2 കേസുകളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് അർജന്റൈനായിട്ടാണ് തോന്നിയത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ഇവന് മധുരത്തിനോട് താല്പര്യമേ ഇല്ല. കാരണം ജീവിതത്തിൽ മധുരത്തിനോട് താല്പര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സുന്ദരമായ, നമ്മുടെ ലൈഫിലെ ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ് മധുരം എന്ന ടേസ്റ്റ്. ആ ടേസ്റ്റിനോട് കുട്ടിക്ക് താല്പര്യമില്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയല്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഓർത്തോളുക, ഒരു കേസെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മധുരം എന്ന ടേസ്റ്റിനോട് താല്പര്യമില്ലെങ്കിൽ അതൊരിക്കലും ഒരു ഒരു നോർമലായ ഒരാളായിരിക്കില്ല. കാരണം പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് ജീവജാലങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നൽകിയ ഏറ്റവും മികച്ച ടേസ്റ്റാണ് മധുരം. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മധുരം കുഴപ്പമാണ്, ഡയബറ്റീസ് ഉള്ളവർക്കുള്ള മധുരം പാടില്ല, കൃത്രിമ മധുരമല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, പ്രകൃതിദത്തമായ മധുരം. ഈ പ്രകൃതിദത്തമായ മധുരത്തിനോട് പോലും ഒരാൾക്ക് താല്പര്യമില്ല എങ്കിൽ മനസ്സിലാക്കുക, ആ കുട്ടിക്ക് ലൈഫിനോട് തന്നെ താല്പര്യമില്ല. ലൈഫിനോട് താല്പര്യമില്ല. അതായത് നമുക്ക് റൂബ്രിക്കുകളില്ലേ, അവേർഷൻ ടു ലൈഫ്, അവേർഷൻ ടു ലൈഫ്, അവേർഷൻ ടു സ്വീറ്റ്സ്, അതിന്റെ വേറൊരു രൂപമാണിത്. അപ്പൊ ആ ഒരു സിംറ്റവും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ റെസ്റ്റ്ലെസ്നെസ് ഇതെല്ലാം നൽകി. അതിനോടൊപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, നീ എന്നാ വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആള് തന്നെയാണ്, നിനക്ക് പഠിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമല്ല, നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായി തീരുമാനിക്കാം, അതെല്ലാം സാധ്യമാണ് എന്നുള്ള ഒരു കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തോടും. അതിനോടൊപ്പം ഞാൻ അർജന്റമനായിട്ടിരിക്കാൻ വണ്ണം മെഡിസിൻ നൽകി. ഒരു മാസത്തിന് ശേഷം വരാൻ പറഞ്ഞു. ഒറ്റ മാസത്തിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അവന്റെ ആ വയറുവേദന എന്ന് പറയുന്ന സംഭവം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. പരീക്ഷയ്ക്കുള്ള ആ പ്രോബ്ലംസും കുറഞ്ഞിട്ടുണ്ട്. അതിലുപരി രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവൻ വളരെ ക്വയറ്റ് ആയിട്ട് ക്ലിനിക്കിൽ. അതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് ഇങ്ങനെയൊരു കുട്ടിയെ കൊണ്ട് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഈ GSK നോളജ് ഇല്ലാതെ തന്നെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാറ്റമുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഈ എന്തുകൊണ്ട് ആണ് ഈ കുട്ടി ഇങ്ങനെ ആയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് GSK. അത് ഇങ്ങനെ ഒരു രക്ഷപ്പെടുത്തൽ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിന്നെ 2-3 പ്രാവശ്യം വന്നു. ഇപ്പം വളരെയധികം വ്യത്യാസമുണ്ട്. എൻ്റെ അടുത്ത് വന്നതിനെ കഴിഞ്ഞ് ഒരു 50% അവനിപ്പം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ക്ലാസ്സിൽ നിന്നും വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതാനുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട്. നേരത്തെ പെൻസിൽ പോലും അല്ലെങ്കിൽ പേന പോലും കൈകൊണ്ട് എടുക്കാത്ത കുട്ടിയായിരുന്നു. ഇപ്പൊ ആ താല്പര്യം കാണിച്ചു.
അപ്പൊ അങ്ങനെ വ്യത്യാസം വന്നു. അതേസമയം ഈ കഴിഞ്ഞ ദിവസം വന്ന വേറൊരു ആള് 41 വയസ്സായ ഒരു മനുഷ്യൻ എൻ്റെ അടുത്തെത്തി. 41 വയസ്സായ ആളിന് ശ്വാസം മുട്ടലാണ്, ബ്രോങ്കിയൽ ആസ്മ. അതിനോടൊപ്പം അയാൾക്ക് നടുവേദന, പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ്, പിന്നെ എന്തെല്ലാം രോഗമാണെന്ന് പറയാൻ നമുക്ക് പറ്റാത്ത അത്രയും അവസ്ഥ. അപ്പൊ പുള്ളി വളരെ എന്താ പറയുക വെച്ചാൽ ഒരു വിധത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമാണ്. ഇപ്പൊ ശ്വാസമുട്ടലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലങ് പ്രോബ്ലം, ലങ് ആൽവിയോളി, അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രോങ്കിയൽ പ്രോബ്ലം കൂടെ വരുമ്പോൾ കോൺസ്റ്റിലേഷൻസ് ഉണ്ട്. അപ്പൊ ജന്മനാ തന്നെ ഭയമായിരുന്നു. ആ ഭയം വളർന്നു വളർന്നു വന്ന് വിദ്യാഭ്യാസം അധികം നേടാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ ശേഷം ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. അപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞ ശേഷം ഡ്രൈവിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നടുവേദന, ഒരു വിധത്തിലും വണ്ടി ഓടിക്കാൻ സാധ്യമല്ല. അപ്പോൾ മൂത്ത 2 സിസ്റ്റർമാരുണ്ട്. അവര് ജോലി നേടി, വിദ്യാഭ്യാസവും ജോലിയൊക്കെ നേടിയപ്പോൾ അവരുടെ സഹായത്താൽ മാത്രമാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊക്കെ ഒന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മാറാൻ എളുപ്പമല്ല. അപ്പം നമ്മളൊരു കുട്ടിയായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ കോൺഫ്ലിക്റ്റുകളിൽ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ശരിയായ രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എവിടെ എത്തിച്ചേരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഞാൻ ആ കണ്ട വ്യക്തി. അപ്പം അദ്ദേഹത്തിനോട് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ ഭയം, ആ ഭയത്തിനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് എല്ലാത്തിനെയും ഭയമാണ്. അപ്പം 41 വയസ്സായ ഒരു വ്യക്തിക്ക് ഭയത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോഴത്തേനും പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തികളെ, മറ്റു സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ബന്ധുക്കാരോ സ്വന്തക്കാരോ അയൽവക്കക്കാരോ കണ്ട ആദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇപ്പൊ എവിടുന്നാണ് മരുന്ന് കഴിക്കുന്നത്, ഇപ്പൊ നിനക്ക് സുഖമുണ്ടോ, ഇപ്പോൾ ജോലി എന്തേലും ഉണ്ടോ, കല്യാണം വേണം പറയാൻ. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് അദ്ദേഹം എപ്പോഴും കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ആരെയും കാണണ്ട, പുറത്തിറങ്ങണ്ട. എത്രമാത്രം ഒരു വിഷമസ്ഥിതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോവുക. അപ്പൊ സുഖമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്നത് പുള്ളിക്കില്ല. ആ പുള്ളി ഇതിൻ്റെ ഇടയിൽ വണ്ടി ഓടിക്കാൻ പോകും, സ്വകാര്യ കാറുകൾ താൽക്കാലികമായിട്ട് അടുത്തൊക്കെ പോകും. അതിൽ തന്നെ ഒരു 2 മണിക്കൂർ ഓടിക്കേണ്ട ദൂരമാണെങ്കിൽ പുള്ളി പറയും, എനിക്ക് പറ്റില്ല, എനിക്ക് നടുവേദനയാണ്. നടുവേദനയ്ക്ക് നടുവിന്റെ MRI ഒക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. സ്റ്റെനോസിസ് ഉണ്ട്, വെർട്ടിബ്രൽ കനാൽ സ്റ്റെനോസിസ്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. അപ്പം ഇപ്പൊ 72 കിലോ തൂക്കമുണ്ട്. 72 കിലോ തൂക്കമുള്ള, കാണാനൊക്കെ വളരെ മിടുക്കനായ ഒരു വ്യക്തി ഇത്രമാത്രം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോയത് പല ചികിത്സകൾക്കും പല ഡോക്ടർമാർക്കും ഇൻക്ലൂഡിങ് ഹോമിയോപ്പത്സ് ഈ വ്യക്തിയെ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ യഥാർത്ഥത്തിലുള്ള ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് പോയത്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന രോഗികളെ, പ്രത്യേകിച്ചും കുട്ടികളിൽ, ചെറിയ പ്രശ്നങ്ങൾ പോലും, ഇപ്പം മാനിക് കേസുകൾ, ഡിപ്രഷൻ കേസുകൾ, അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള കേസുകൾ, ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ റീസൺസ് നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് GSK അറിവുകൾ. അത് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചത്തെ ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മളിവിടെ ഡോക്ടർ ദേവാനന്ദ് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവങ്ങൾ പറഞ്ഞു. അതുപോലെ നമുക്ക് ഇന്ന് വേണമെങ്കിൽ നമുക്കിന്ന് സംസാരിക്കാം. ആരുടെ എന്തെങ്കിലും ഒരു കേസുകൾ ഡിസ്കസ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആൾക്ക് നിങ്ങളുടെ കേസുകൾ ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ഒരു സമയത്തിന് നമുക്ക് ചെയ്യാൻ സാധ്യമാണ്. നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളോട് കൂടി, അപ്പം പരസ്പരം ഒരു ഇന്ററാക്ഷൻസോട് കൂടി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ 11 വയസ്സായ കുട്ടിയുടെ കേസ് ഞാൻ പറഞ്ഞ പോലെ, അവർക്ക് ആ കുട്ടിയെ നമുക്ക് ഈ ഒരു ഏജിൽ കിട്ടിയപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ധാരാളം ആൾക്കാർ നമ്മുടെ മുന്നിലെത്തുന്ന മാനസിക സംഘർഷങ്ങളിലുള്ള, ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ കരുതുന്ന പോലെയുള്ള മാനസിക സംഘർഷം തന്നെയാണ്. പലപ്പോഴും അക്യൂട്ട് കേസുകൾക്ക് ഇപ്പോൾ
ആൾക്കാരും തന്നെ ഇപ്പം നമ്മൾക്ക് പല പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത് അക്യൂട്ട് കേസുകൾ എത്തുന്നില്ല. പലപ്പോഴും ഈ ഭയം, അതല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പ്രോബ്ലവുമായിട്ടാണ് പല കുട്ടികളും വരുന്നത്. ഞാൻ ആ പറഞ്ഞ കുട്ടികൾ 11 വയസ്സുള്ള കുട്ടികളിൽ നെയിൽ ബൈറ്റിംഗ് ഉണ്ടായിരുന്നു. നെയിൽ ബൈറ്റിംഗ് ഉണ്ടെങ്കിൽ ബൈറ്റ് കോൺസ്റ്റലേഷൻസ് ഉള്ള ആൾക്കാരിലാണ് നെയിൽ ബൈറ്റിംഗ്. അത് മറ്റുള്ളവരെ, നമ്മളിൽ മുതിർന്ന ആൾക്കാരുടെ, അതായത് അവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ കടിക്കുക, നെയിൽ ബൈറ്റിംഗ്, അതൊരു കോൺസ്റ്റലേഷൻ ആണ്. ബൈറ്റിംഗ് കോൺസ്റ്റലേഷൻസ് എന്ന ഒരു കാര്യമാണുള്ളത്. അപ്പം ഈ നെയിൽ ബൈറ്റിങ്ങിനെ നമുക്ക് ഈ പ്രശ്നം മൂലമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കേസുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡോക്ടർ വർഗീസും ഇപ്പോൾ ഇവിടെയുണ്ട്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ ഡോക്ടർ വർഗീസും നമ്മളോടൊപ്പം കൂടിച്ചേരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് പറയാവോ? ആരെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് തുടരാം. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയ കുറേ പേര് ഇവിടെയുണ്ട്. ഡോക്ടർ പങ്കജവല്ലിയുണ്ട്, മിനിസിയം, ഡോക്ടർ തമ്പി പരിചയം, ഡോക്ടർ പ്രകാശ് ഉണ്ട്, പല ആൾക്കാരും ഇവിടെയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം, ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരും തന്നെ ഒരു കേസുകളെ പറ്റി പോലും ഒരു സംശയത്തിൻ്റെയോ ഒന്നും തന്നെ ഇടുന്നില്ല. ആകെയുള്ളത് നമ്മുടെ ഡോക്ടർ വർഗീസ് ഇടുന്ന ഓരോ ക്ലാസ്സുകളെ പറ്റിയുള്ള കാര്യം മാത്രമാണ് ഇടുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരായിരുന്നു? പറയൂ. സർ, ഒരു കുട്ടിക്ക് TB ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു. TB, ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ്. പൾമണറി ട്യൂബർക്ലോസിസ് ആണ്, ഗോൺസ് ലീഷൻസ് ആണ്? പൾമണറി ട്യൂബർക്ലോസിസ് ആണ് സർ. പ്രൈമറി കോംപ്ലക്സ് അല്ലേ? അല്ലല്ല, പ്രൈമറി കോംപ്ലക്സ് അല്ല. ആ കുട്ടിക്ക് വയസ്സ് 12 ആണ്. ഡിസ്ട്രക്റ്റീവ് ലീഷൻസ് ലോവർ പാർട്ട് ഓഫ് ദ ലങ്സ്, 2 സൈഡും. ഇപ്പൊ അതിന് ശരിക്കും ഭയങ്കര പേടിക്കുന്ന കുട്ടിയാണ്, എപ്പോഴും പേടിച്ചിരിക്കും. അതിനിപ്പോ ട്രീറ്റ്മെന്റ് അവര് തുടങ്ങിയിട്ടുണ്ട് സർ, TBന്റെ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ 15 വയസ്സുള്ള വേറൊരു കുട്ടീന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വോമിറ്റിംഗ് ഉണ്ട് അതിന്. അതുകൊണ്ട് അവര് തற்சமയത്തിന് 1 വീക്ക് ഡ്രഗ്സ് നിർത്തിയിരിക്കുന്നു. പക്ഷെ പിന്നെയും തുടരണം പറഞ്ഞിരിക്കുന്നു TB ഡ്രഗ്സ്. ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ വീണ്, അപ്പൊ അമ്മയ്ക്ക് തലയിൽ അടിപെട്ടപ്പോ ഇവള് ഭയങ്കരമായിട്ട് പേടിച്ചെന്നു, ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ സിംറ്റംസ് ഒക്കെ തുടങ്ങിയത്. ഇപ്പൊ 10th സ്റ്റാൻഡേർഡിലാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാ ഡീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പൊ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടോ? എന്ത് ട്രീറ്റ്മെന്റ് ആണ്? മറ്റേ ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് ആണ്, ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് ആണ് നടത്തുന്നത്? അതെ സാറേ, അത് ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടീന് ഭയങ്കര വോമിറ്റിംഗ് ആണ്. അതിന് ട്രീറ്റ്മെന്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ടോളറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അവര് പറഞ്ഞു 1 വീക്ക് നിർത്തി വെക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തായാലും എടുത്തേ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു ടാബ്ലറ്റ്സ്. സ്ഥലം എവിടെയാ ഡോക്ടറെ? അവര് തൂത്തുക്കുടി, തിരുനെൽവേലിന്റെ അടുത്താ സർ. അവർക്ക് ഇപ്പം എല്ലാവരും ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിക്കും ഈ കാര്യത്തിൽ വളരെയധികം ചെയ്യാൻ സാധ്യമാണ്. നിങ്ങളുടെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ സാധ്യമാണെങ്കിൽ അവർക്ക് ട്രീറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. കാരണം ആ ഭയം എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് പലപ്പോഴും, നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും പലപ്പോഴും വീടിന് പുറത്തല്ല, വീടിനകത്താണ് പ്രശ്നങ്ങളെല്ലാം തന്നെയുള്ളത്. മാതാപിതാക്കൾ,
യഥാർത്ഥത്തിലുള്ളവരുടെ പ്രശ്നങ്ങളെ പറ്റി ഇപ്പൊ രണ്ടു വശത്തും ഒരുപോലെയാണ് ലീഷൻസ് ഉണ്ടായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എന്താ നല്ലപോലെ ഒരു ഭയത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് അവിടെ വന്ന് കൂടുതലായിട്ട് സെൽ പ്രോലിഫറേഷൻ ഉണ്ടാവുകയും ആ പ്രോലിഫറേറ്റ് ചെയ്ത സെല്ലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബ്ലീഡിംഗ് ആയിട്ട് വല്ലതും വന്നിരുന്നോ? ബ്ലീഡിംഗ് ആയിട്ട് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, ബ്ലീഡിങ് വന്നിട്ടില്ല. അപ്പോൾ ഇത് എക്സ്റേയിലും അതുപോലെ തന്നെ മാൻഡെക്സ് ടെസ്റ്റിലും ഉണ്ടെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ ഇല്ലേ? അതെ സർ. അതിന് തീർച്ചയായിട്ടും നമുക്ക് ചികിത്സയിൽ കൂടി ആ കുട്ടിയെ അതിനോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്താൻ കഴിയും. യാതൊരു നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ല ഹോമിയോപ്പതി ഡോക്ടറെ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. തൂത്തുക്കുടിയിലൊക്കെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഡോക്ടർ കരൂര് നിങ്ങളുടെ അടുത്താണോ? കരൂര് എന്ന് പറഞ്ഞ അടുത്താണോ? അല്ല, ഫോണിൽ കൂടി ചെയ്യാലോ. കരൂർ ദൂരെ അവർക്ക്. അതല്ല, ഇങ്ങനെ ഒരു വിഷയമുള്ളപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് ചികിത്സിക്കുന്നതാണ്. ഫോണിൽ കൂടി നമുക്ക് എത്രമാത്രം കുട്ടികളുടെ കാര്യത്തിൽ എത്രമാത്രം ശരിയാകാമെന്നുള്ള സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു കരൂരൊരു ഡോക്ടർ തഞ്ചാവൂർ, തിരുച്ചി അതൊക്കെ ഒരു കുട്ടീനെ അടുത്താണ്. തഞ്ചാവൂർ ട്രിച്ചി ഇല്ലേ? ഒരു കുട്ടിക്ക് തഞ്ചാവൂർ തിരുച്ചി അടുത്താണ്. കരൂർ വേണമെങ്കിലും പോവാം. നമ്പർ തന്നാ ഞാൻ പറഞ്ഞേക്കാം സർ. ഞാൻ കരൂരുള്ള ഒരു ഡോക്ടറുടെ നമ്പർ അല്ല, ഡോക്ടറുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കാൻ. ജവഹർ, ഡോക്ടർ ജവഹർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കരൂർ. ഡോക്ടർ എസ് ജവഹർ. നല്ല ഹോമിയോപ്പതി ഡോക്ടറാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ പറ്റി അദ്ദേഹം ഒരു GNM അറിയാം. അതിലുപരി നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്. പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതി ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് അവർക്ക് നിലവിലുള്ള ചികിത്സ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഡോക്ടറുടെ ശബ്ദം കേട്ടിട്ട് ഡോക്ടർ അരുൺമതി ദേവിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ സർ. അതെ, അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്, നമ്മുടെ ഒരു സപ്പോർട്ടറാണ്. അപ്പോൾ ഡോക്ടറുടെ ചോദ്യത്തിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം. എന്തുകൊണ്ടാണ് TB എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടായതെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത് ആൽവിയോളയാണ്. ആൽവിയോളൈ ഈസ് ഫ്രം endoderm. So during conflict activity there will be increase of the cells. അപ്പം during the healing phase the mycobacteria അല്ലെങ്കിൽ tubercular bacillus already within the system is made use of by the body in order to eliminate the additional cells. അവിടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ആൽവിയോളാർ ഗ്രോത്തിനെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നതോടുകൂടി ആ ബാക്ടീരിയ അല്ലെ മൈക്കോബാക്ടീരിയ അല്ലെ ട്യൂബർക്കുലർ ബാസിലസ് ആക്റ്റീവായിട്ട് വന്നിട്ട് അതിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് അവിടെ സം ഒപ്പേസിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ എന്തൊക്കെയാണോ എക്സ്റേയിൽ നമ്മൾ കണ്ടത് അതവിടെ നമ്മൾ വിസിബിൾ ആകും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ, അതായത് അമ്മ തലയ്ക്ക് അടിയേറ്റു വീണു. അപ്പൊ ആ 11 വയസ്സ് അല്ലെ 10 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ മരിച്ചു എന്ന് തന്നെയാണ്. അപ്പൊ സ്വന്തം മരണം പോലെ തന്നെയാണ് അതിനെ കൺസീവ് ചെയ്തത്. ബിക്കോസ് ഡോക്ടർ ഹാമർ ഓൺലി ഹാസ് സെഡ് ദാറ്റ് ദി കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ഷെയർഡ്. സോ അമ്മ മരിച്ചു പോകും എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചു പോകും എന്നുള്ള അതേ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു. സോ അതാണ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. So during that conflict activity, no symptom will be there. So once the mother has come back to life and the child, baby, son or daughter, I don't know. So the child, when he or she comes to know that my mother has come back to life, that is the time when the growth, extra growth in the alveoli gets or starts dissolving. So in the dissolution process, because it is from the endoderm derived, controlled by the brainstem, the threshold of microbes or especially destined or duty given to the mycobacterium is to resolve the lung growth. So that is at the point which or when the allopathic or conservatives or the conventional medicine people takes an X-ray. Because the child may be complaining of intermittent fever, there may be chest pain or cough or expectoration, bloody
discharge or blood expectation, etc. So that will lead to the diagnosis of tubercular infection. Actually, in GHK, there is no word called infection because we don't believe it infectious theory. We Yes. consider it as a hypothesis which has no evidence base according to our system or GHK. And therefore, this is what exactly happening. And in this case, we have got remedies to identify the type of fear that the child had. അതിന് നമുക്ക് വളരെ നല്ല മെഡിസിൻസ് ഒക്കെ ഉണ്ട്, ailments from fright, especially in children, because they are very much prone to. ഇത് ഗേൾ ചൈൽഡ് ആണോ ഡോക്ടറെ, അതേ ബോയ് ആണോ? അതെ അല്ല, ഗേൾസ്, രണ്ടും So, ഗേൾസ് ആണ്. by nature, girls are more prone towards getting afraid or frightful. And therefore, there are very beautiful remedies in homeopathy to be considered ailments from fright. Number one. Here it is very specific. It is not a fright that teacher will scold, or I will lose my bus, or I will lose my examination, I will fail. No, this is very, very vital or very, very fatal. It was all about the fear of death of her own mother, and that is why. So, നമ്മുടെ മെഡിസിനും വേണം, side by side. We have to make the mother, if possible, by the child also, if she is also afraid. We have to make the mother understand that this is the reason, or all these things can be traced back to that very serious fall, injuring her head, etc. അപ്പോൾ ഫിയർ ഓഫ് ഡെത്ത് ആണ് ഇതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട്. സൈഡ് ബൈ സൈഡ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ തെറാപ്പിയും കൊടുത്താൽ മതി. ഒരിക്കലും ടി ബി എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. കാരണം അത് കൊച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫിയർ ഓഫ് ഡെത്ത് കൂടും. കാരണം 11 വയസ്സാണെങ്കിൽ പോലും സംബഡി വിൽ ബി മേക്കിംഗ് എ കമന്റ് ദാറ്റ് ദിസ് ഈസ് ഫേറ്റൽ. അപ്പൊ എന്താണ്, ഇമ്മീഡിയറ്റ്ലി ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് തുടങ്ങും. ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ ഈ ഗുളിക എന്തിനാണ് ഇത് കഴിക്കുന്നത്? അത് മോൾക്ക് TB ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ 11 വയസ്സുള്ള കുട്ടി പോലും മനസ്സിലാക്കും വെരി സീരിയസ് ആണെന്നുള്ളത്. സോ അഡീഷണൽ കോൺഫ്ലിക്റ്റ് വരുവാണ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ഹീൽഡ്, ഇറ്റ് വിൽ again flare up with additional fear of death. And not only that, every time a tablet is given, that adds or it increases, and it acts as a track, and അങ്ങനെ ആകുമ്പോൾ അത് പിന്നെ മോശമായിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് വിൽ സ്റ്റാർട്ട് ടെല്ലിങ്, ദിസ് ഈസ് എ ഡ്രഗ് റെസിസ്റ്റന്റ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ എന്താണ് പ്രശ്നം? ഇനി മരുന്ന് കഴിച്ചിട്ടും ഗുണമില്ലെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു എന്ന് വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ചർച്ചയാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രോഗം കൂടുകയേ ഉള്ളൂ. കാരണം പുതിയ പുതിയ മരുന്നുകൾ ചെല്ലുന്നു. 6 മാസം ചികിത്സിച്ചാൽ മതി എന്ന് ആദ്യം പറയും, പിന്നെ 1 വർഷം വേണമെന്ന് പറയും, പിന്നെ എന്ത് പറയും? ദിസ് ഈസ് നോട്ട് ആൻ ഡ്രഗ് റെസിസ്റ്റന്റ്, ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇങ്ങനെയൊക്കെ ഇല്ലേ ഡോക്ടറെ? ഇതൊക്കെയല്ലേ നമ്മള് ആയിരക്കണക്കിന് കോടികൾ രൂപ ചെലവിട്ട് നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് TB കൺട്രോൾ പ്രോഗ്രാമിൽ കൊടുക്കുന്നത്. പണ്ട് ഞാൻ ഹോമിയോപ്പതി കോളേജിൽ പഠിക്കുമ്പോൾ 600 കോടിയായിരുന്നു. അന്ന് തന്നെ ഞാൻ ഞടുങ്ങിയതാണ്. ഇപ്പോൾ അത് 60,000 കോടിയോ 6 ലക്ഷം കോടിയോ ഒക്കെ ആയിരിക്കും ഇപ്പം ഈ ട്യൂബർക്കുലോസിസ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ദീസ് ആർ ഓൾ യൂസ്ലെസ് വേസ്റ്റ് if everyone comes to know about GHK. Therefore, learn it, teach it, and make it spread across the globe. Thank you, Doctor. Thank you so much, sir. Thank you, sir. Thank you so much. ഡോക്ടർ അനിത. മറ്റാർക്കും ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് വീണ്ടും നമ്മളുടെ ഡിസ്കഷൻസിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോൺസ്റ്റലേഷൻസിലെ പ്രൈമറി മാനിയ, പ്രൈമറി ഡിപ്രഷൻ. അതും കോൺസ്റ്റലേഷൻസ് എന്ന ഒരു ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്ന ഒരു ആശയം, അല്ലെങ്കിൽ ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്ന ഒരു ഹെഡിങ്. ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഷിസോഫ്രേനിയയായിട്ട് നമ്മൾ കൺവെൻഷനലി പറയുന്ന ഷിസോഫ്രേനിയയുമായിട്ട് ഇതിന് ബന്ധമില്ല.
ഒരു വാക്ക് എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി. കോൺസ്റ്റലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കോൺഫ്ലിക്റ്റുകൾ ബ്രെയിനിൽ ഉണ്ടായിരിക്കുന്നതിനാണ് കോൺസ്റ്റലേഷൻ. നമുക്ക് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രക്കൂട്ടം എന്നാണ്. അപ്പൊ നക്ഷത്രക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തലച്ചോറിൽ ഉണ്ടായിരിക്കുന്ന ടാർഗറ്റ് കോൺഫിഗറേഷൻസ് എന്ന അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാകുക. അത് എവിടെ ഉണ്ടാകുന്നു എന്നതിനെ ആസ്പദമാക്കി അതിൽ ടെമ്പറൽ ലോബ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹജീവി എന്ന രീതിയിൽ മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിച്ചിട്ടുള്ളതാണ് കോർട്ടക്സ്. അതിൽ ടെമ്പറൽ ലോബിലാണ് നമ്മുടെ സോഷ്യലായിട്ടുള്ള, അതായത് സാമൂഹ്യപരമായ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ടെമ്പറൽ ലോബ്സ്. ഈ ടെമ്പറൽ ലോബ്സിൽ ഉണ്ടായിരിക്കുന്ന ടെമ്പറൽ ലോബ്സിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമാണ്. റൈറ്റ് സൈഡിൽ മെയിൽ സൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ മെയിൽ കോൺഫ്ലിക്റ്റ് ഏരിയ എന്നും ലെഫ്റ്റ് സൈഡിനെ ഫീമെയിൽ കോൺഫ്ലിക്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഒരു രണ്ട് കൂട്ടരിലും പുരുഷന്മാരിലും റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. പുരുഷന്മാരിലുള്ള ലെഫ്റ്റ് സൈഡിലെ ഫീമെയിൽ സൈഡാണ്, റൈറ്റ് സൈഡ് മെയിൽ സൈഡാണ്. അതുപോലെ തന്നെ സ്ത്രീകളിലും ഇതേപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ. ഇത് ഇപ്പം നമുക്കിപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വളരെ അത്ര പെട്ടെന്ന് പിടികിട്ടില്ല. പക്ഷെ ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്ന കരോളിൻ മാർക്കോലിന്റെ learninggenium.com-ലെ ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് കൃത്യം 100 പേജ്, 104 പേജേ ഉള്ളൂ, കൃത്യം 100 പേജ്. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പ്രിന്റ് എടുത്തിട്ട് കുറച്ച് ദിവസം നിങ്ങളൊന്നും വായിച്ചാൽ, അത് ഡോക്ടറാണെങ്കിലും ഡോക്ടർ അല്ലെങ്കിലും, നമുക്ക് വ്യക്തികളുടെ എല്ലാ വ്യക്തികളുടെയും അല്ലെങ്കിൽ ജീവജാലങ്ങളുടെയും എല്ലാം ബിഹേവിയർ, അതായത് സ്വഭാവങ്ങൾ എങ്ങനെ മാറ്റമുണ്ടായി, എങ്ങനെ ഒരു വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ പെരുമാറി, എങ്ങനെ ഒരു വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ വന്നു, എങ്ങനെ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടായി, എങ്ങനെ ഒരാൾ അഗ്രസീവായി മാറി. അപ്പൊ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടം വരെ വളരെ സൗമ്യമായിട്ടിരുന്ന ഒരു വ്യക്തി അതിനുശേഷം അഗ്രസീവായിട്ട് മാറി. അതല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടം വരെ വളരെ നോർമലായിട്ടുള്ള ഒരാൾ അതിനുശേഷം ഡിപ്രഷനിലേക്ക് പോയി. ഈ ഡിപ്രഷനിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബാധിച്ചിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളാണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിയും. അതാണ് ഞാൻ പറയുന്നത്, വളരെ എളുപ്പത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിയും. ആ അറിവുകൾ നമുക്ക് നേടുന്നത് ഇതൊന്നും നമുക്കൊരു ക്ലാസ്സുകളിൽ കൂടി, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മീറ്റിങ്ങുകളിൽ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതല്ല. അത് പറയാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനുശേഷം അത് സ്വയം പഠിക്കേണ്ടതാണ്. അപ്പോൾ ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസ് എന്ന ഒരു ആശയം, അത് ഇനി വരും ദിവസങ്ങളിൽ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഓരോ അവയവങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകൾ തീരുമ്പോൾ തീർച്ചയായിട്ടും കോൺസ്റ്റലേഷൻസിനെ പറ്റി എടുക്കും. കോൺസ്റ്റലേഷൻസിനെ പറ്റി നമുക്ക് സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വായിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് മനസ്സിലാകുന്നേ. അത് ഇപ്പം നമ്മളിപ്പം കാണുന്നുണ്ട് ഓരോ വ്യക്തികൾ സംസാരപ്രിയർ. എന്തുകൊണ്ട് ഒരാൾ സംസാരപ്രിയരാകുന്നു? ചിലർ എഴുതുന്നതിനുള്ള താല്പര്യം, അത് എന്തുകൊണ്ട് അങ്ങനെയാകുന്നു? ഇതെല്ലാം തകരാറെന്ന് വിളിക്കണ്ട, ഇതെല്ലാം നമ്മളെ സുഖകരമായിട്ട് ഒരു സാഹചര്യങ്ങളെ എതിരിടുന്നതിന് സൈക്കും ബ്രെയിനും കൂടി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് ഈ കോൺസ്റ്റലേഷൻസ്. അത് നമുക്ക് ഉപകാരപ്രദമാകുന്ന, നമുക്ക് ക്വാളിറ്റി ലൈഫ് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള, ക്വാളിറ്റി ആയിട്ട് ജീവിക്കുന്നതിനായിട്ട് നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതാണ് GSKയുടെ ഏറ്റവും വലിയൊരു അറിവ്. അത് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. സ്ട്രോക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹലോ, സ്ട്രോക്ക് ക്ലിയർ ആയിട്ട് തിരിഞ്ഞില്ലല്ലോ.
സ്ട്രോക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്ട്രോക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണം. എന്നാലും ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ട്, ഒന്ന് റെഡ് സ്ട്രോക്ക് ഓർ ഗ്രേ സ്ട്രോക്ക്. ഇസ്കീമിക് സ്ട്രോക്ക് ആൻഡ് ബ്ലീഡിംഗ് സ്ട്രോക്ക്. അത് രണ്ടും മസ്കുലാർ പ്രോഗ്രാമാണ്, തലച്ചോറിന്റെ ഒരു പ്രോഗ്രാം അല്ല. കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ സ്റ്റക്ക് ഫീലിംഗ്. അതായത് ഇനി ഒരിക്കലും ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് എന്നാ സാമ്പത്തികപരമായോ അതല്ലെങ്കിൽ സാമൂഹ്യപരമായോ എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുമല്ല. സ്റ്റക്കായിട്ട് നിൽക്കുക. ആ സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാകുന്ന ആ സമയത്ത് ആ മസ്കുലാർ പ്രോബ്ലംസിൽ നിന്നും വരുന്ന ഒരു ഇഷ്യൂസ് ആണ് സ്ട്രോക്ക്. അതിൽ രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക്. ഇസ്കീമിക് സ്ട്രോക്കിൽ ബ്ലീഡിംഗ് ഇല്ല. അപ്പോൾ അവിടെ മസിൽസിന്റെ ഒരു വിഷയമാണ്. അതൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ ഡോക്ടർ വർഗീസ് അതിനെ പറ്റി ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴേലും പറയാൻ സാധിക്കും. എന്താണെങ്കിലും അതിനെപ്പറ്റി learning.gmm.com വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒറ്റ വാക്ക് മനസ്സിലാക്കുക, സ്റ്റക്ക് ഫീലിംഗ് ആയിട്ട് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ സ്ട്രോക്ക് എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അത് പലപ്പോഴും ഒരു സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികളും അതോടുകൂടി കുറച്ചു കാലം ബെഡ് റിഡൻ ആകുന്നു. ഇസ്കീമിക് സ്ട്രോക്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും. യാതൊരു വിധത്തിലുള്ള മരണ സാധ്യതകളും ഇല്ലാത്തതാണ്. പക്ഷെ അവരുടെ പ്രശ്നങ്ങളും പലപ്പോഴും അതോടുകൂടി പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതാണ് സ്ട്രോക്കിനെ പറ്റി വളരെ ചെറിയ വാക്കുകളിൽ പറയാമെങ്കിൽ അത്രയും മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സർ. ഡോക്ടർ ജിതേഷ് പാട്യത്തുള്ള ഡോക്ടർ ജിതേഷ് തന്നെയല്ലേ? ഓക്കെ. ഒരു കുറച്ച് സമയം ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം. അതായത് സ്ട്രോക്ക് എന്ന് പറയുന്ന ഡയഗ്നോസിസ് കേൾക്കാൻ പോകാതിരിക്കുക. എന്താണ് സംഭവിച്ചതെന്ന് കൺവെൻഷണൽ മെഡിസിന്റെ ഡയഗ്നോസിസിൽ പോകുമ്പോൾ ആകെ കുഴപ്പമായി. നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? നമുക്ക് ചിലപ്പം ഒരു ഫേഷ്യൽ പാൾസി ഉണ്ടായപ്പോൾ ഇത് മൈൽഡ് സ്ട്രോക്ക് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഒരു ലിംബ് മാത്രം, കൈ മാത്രം പാരലൈസ്ഡായി, അപ്പോഴും പറയും ഇത് സ്ട്രോക്ക് മൈൽഡായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ചെറിയതായിട്ട് തുടങ്ങിയപ്പോഴേ തന്നെ നിങ്ങൾ ആശുപത്രി കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഏത് ടിഷ്യൂ ആണ് അഫക്റ്റഡ് ആണെന്നുള്ളതാണ് GHKയുടെ ഏത് കാര്യത്തിലും നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ. അപ്പൊ ഏത് സൈഡ് ആണെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ റൈറ്റ് സൈഡ് ആണെങ്കിൽ GSK വളരെ കൃത്യമായിട്ട് പറയുന്നു പാർട്ട്ണർ റിലേറ്റഡ്. പാർട്ട്ണർ ക്യാൻ ബി ലൈഫ് പാർട്ട്ണർ, സ്പൗസ് ആകാം, ഫാദർ ആവാം. ഫാദർ മരിച്ചു, വൈഫ് മരിച്ചു, അപ്പം ജീവിതം അതുകൊണ്ട് തന്നെ വഴിമുട്ടി, അല്ലെങ്കിൽ എൻ്റെ ജോബ് ലോസായി, ഇൻകം സ്റ്റോപ്പായി, അങ്ങനെയുള്ള കാര്യങ്ങൾ റൈറ്റ് സൈഡ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മദർ. ഒരു ഏജ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിലും മദറിന്റെ ലോസ് അത്ര ഭീകരമായിട്ടൊന്നും ബാധിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ വരുന്നത് കുട്ടികളാണ്. ഒരു കുട്ടി മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫ് സ്റ്റക്കായിരിക്കുന്നു. ഈ ഡോക്ടർ ശശി പറയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്റ്റക്ക് ഫീലിംഗ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മസിലിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരു മസിൽ പ്രോഗ്രാമാണ്. ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് എയ്തർ എന്താ പറയണ്ട ക്ലോട്ട് വരുന്നു, അല്ലെങ്കിൽ ഹെമറേജ് വരുന്നു, ഇതൊന്നും നടക്കുന്നില്ല. പക്ഷേ ആ സമയത്ത് CT സ്കാൻ എടുത്താൽ, CT സ്കാൻ എടുക്കുമ്പോൾ ബ്രെയിനിൻ്റെ അകത്തൊരു ഒപ്പേസിറ്റി കാണുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതിനെ ഹെമറേജ് ആയിട്ടും അല്ലെങ്കിൽ ഇസ്കീമിയ ആയിട്ടും അല്ലെങ്കിൽ ത്രോംബോസിസ് ആയിട്ടും ഒക്കെ നമ്മൾ വിശദീകരിക്കുമ്പോഴാണ് കുഴപ്പം. ആക്ച്വലി GHK പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും അതാണ് ആക്ച്വൽ ആയിട്ടുള്ള HH, ഹാമർ ഫോക്കസ്. അപ്പോൾ ഏത് ഫിസിക്കൽ കംപ്ലൈൻറ്റിനും കുറച്ച് സീരിയസ് ആയിട്ടുള്ളതിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസിലും മുഴുപ്പിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനിൽ ഈ ഹാമർ ഫോക്കസ് ഉണ്ടാകും. സോ ഓൺ CT സ്കാൻ ആ ഹാമർ ഫോക്കസിനെയാണ് അവർ ഹെമറേജ് ആയിരുന്നു, അല്ലെങ്കിൽ ക്ലോട്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രോക്ക് എന്നുള്ള നിലയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ഹോമിയോപ്പതി ഡോക്ടേഴ്സും GHK പ്രാക്ടീഷണേഴ്സും ഏത്
ഭാഗമാണ് അഫക്റ്റഡ് ആയത്. ഹോൾ സൈഡ്, അതായത് മോണോ, അതായത് അല്ല പോളി, രണ്ട് ലിംബിലും, അപ്പർ ലിംബും ലോവർ ലിംബും, അല്ലെങ്കിൽ കംപ്ലീറ്റ് വൺ സൈഡ് പാരലൈസ്ഡ് ആവുകയാണെങ്കിൽ ഇന്റൻസിറ്റി ഈസ് വെരി സീരിയസ്. എന്താണ് ഇന്റൻസിറ്റി? ദി സ്റ്റക്ക് ഫീലിംഗ് ദാറ്റ് അഫക്റ്റഡ് ദി പേഷ്യൻ്റ് ഈസ് മോർ സീരിയസ് എന്ന് മാത്രം മനസ്സിലാക്കുക. സോ ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് നമ്മൾ പഠിച്ച പോലെ ഒരു ഹെമറേജിക്കോ അല്ലെങ്കിൽ ത്രോംബോസിസോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടല്ല എന്ന് ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക. വിശദമായിട്ട് ഡോക്ടർ ശശി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം. അത് വീണ്ടും നമ്മുടെ ചർച്ചയിൽ വരുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മനസ്സിലാക്കുക. ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് hemorrhage or thrombosis or ischemia happening in the brain, or it is not a cerebrovascular accident. ഓക്കെ, ഇന്നിപ്പോ ഇത്രയും പഠിക്കുക. ഡോക്ടറെ ജിതേഷ് അത് പോയിരുന്നു വായിക്കുക കേട്ടോ. സ്ട്രോക്ക് A-Z എന്നുള്ളതിൻ്റെ അകത്ത് സെർച്ച് ചെയ്താൽ കിട്ടും. കൂടുതൽ പഠിക്കുക, എല്ലാരും പഠിക്കുക കേട്ടോ. താങ്ക് യു. താങ്ക് യു ശശിധരൻ സാർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം അവസാനിപ്പിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിന്ന് അവസാനിപ്പിക്കാം. 10 മണിയാകാറാകുന്നു. നമ്മുടെ 1 മണിക്കൂർ തീരാറായി. അടുത്ത ചൊവ്വാഴ്ച എൻ്റെ ക്ലാസ് ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അന്നത്തേക്ക് പറ്റുന്നിടത്തോളം പേരെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാനാണോ സാറേ? നമുക്ക് 10 മണിയായില്ലേ ഡോക്ടറെ? നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം. മറ്റെന്തെങ്കിലും ഉണ്ടോ ചാറ്റ് ബോക്സിൽ? ഇല്ല, ഒന്നുമില്ല. ചാറ്റ് ബോക്സിൽ ഒന്നുമില്ല. അപ്പൊ എന്നാ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ശശിധരൻ ഡോക്ടറിന്റെ നല്ലൊരു സെഷനായിരുന്നു. അതുപോലെ വർഗീസ് സാറ് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് ഈ സെഷൻ ഇടയ്ക്ക് തന്നു. നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം.